ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടതുപോലെ തന്നെ നമ്മൾ അച്ചീവ്മെന്റ് മിഷന്റെ പാർട്ട് 6 വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിനകം തന്നെ നമ്മൾ പാർട്ട് 5 വീഡിയോസ് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും വീഡിയോ കാണാൻ ഇനി ബാക്കി ഉണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ട് അതിലുള്ള മിഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ഇമോട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും എടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഞാനിങ്ങനെ പാർട്ടായിട്ട് വീഡിയോ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് തന്നെ വരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്ന നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ ഈ മിഷൻ ആട്ടോ. അപ്പം എന്തായാലും നെയിം നിങ്ങളോട് കാണുന്നുണ്ടോ? അപ്പം ഞാൻ തന്നെ ആകെ ഒരു വട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലൊന്നും ആരും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ എത്ര ഫ്രണ്ട്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട കാരണം നമുക്ക് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ഒരു 5 കില്ല് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ പ്ലേ ചെയ്യേണ്ടത് BR റാങ്ക്ഡ് ആണ്, BR ക്ലാസിക് അല്ല കേട്ടോ. അപ്പോൾ ക്ലാസിക്കലി പോയിക്കൊണ്ട് നിങ്ങൾ എത്ര കില്ല് അടിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ BR റാങ്ക്ഡ് ആണ് പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് മാപ്പായിട്ട് കിട്ടില്ല, നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ കാലഹാരി മാപ്പാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ സ്കോഡാണ്. അപ്പോൾ സ്കോഡ് എടുക്കാൻ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ ഡെഡ് ആണെങ്കിൽ പോലും നമുക്ക് വീണ്ടും ആ സ്ഥലത്ത് ഇറങ്ങുകൊണ്ട് നമുക്ക് ഇതേപോലെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വീണ്ടും നമുക്കൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്കോഡ് കളിക്കാരെ എന്തുകൊണ്ടും നല്ലത്. അപ്പം അങ്ങനെ ഫസ്റ്റ് തന്നെ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സെക്കൻഡ് കില്ല് കൂടി ഞാൻ അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ നമുക്കൊരു 3 കില്ലൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് മിഷൻ സിമ്പിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ കുറെ ആൾക്കാർക്ക് മിഷൻ നല്ല ഇതിലെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ വീഡിയോ ഇൻ്റെ ആവുന്ന ടൈമിൽ കുറെ തരത്തിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പറയാൻ പോവാണ് പ്ലേസ് എന്നല്ല നമ്മൾ ഗറീനീസ് പറയുന്നു കേട്ടോ. അപ്പൊ ഏരിയ എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ഏരിയയിൽ നിന്ന് 5 കില്ല് അടിക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും ഏരിയ പറയും. പ്ലേസ് പറയുമ്പോൾ നമ്മൾ കുറെ ആൾക്കാർ പ്ലേസ് എന്ന് പറയാൻ വിചാരിണ്ടാവും. അപ്പോൾ പീക്ക് ആണെങ്കിൽ പീക്കിന്ന് ഒരു 5 കില്ല് അടിക്കുക, ക്ലോക്ക് ടവർ ആണെങ്കിൽ ക്ലോക്ക് ടവറിൽ നിന്ന് ഒരു 5 കില്ല് അടിക്കുക. അപ്പോൾ ഇതിന്റെ ഏരിയ അറിയുമ്പോൾ കുറച്ചുകൂടി ഡിസ്റ്റൻസ് ഉണ്ട്, കുറച്ചുകൂടി ലോങ് ആയിട്ടുള്ള ഒരു സർക്കിൾ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏരിയ അറിയുമ്പോൾ ഞാനിപ്പോൾ ലാൻഡ് ചെയ്തിട്ടുള്ള കാര്യം ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വീഡിയോന്റെ ക്ലിപ്പിൽ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ആ ഏരിയയിലാണ് ഞാൻ ലാൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ കാർ എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ചൊക്കെ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. കാലഹാരി മാപ്പ് കളിച്ച എല്ലാവർക്കും അറിയിക്കാറ്. അപ്പോൾ ഈ ഏരിയ ഒക്കെ അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ ബാക്കി 2 കില്ലോട് കംപ്ലീറ്റ് ചെയ്തിട്ട്. അപ്പോൾ ആ ടൈമിലാണ് എനിക്ക് മിഷൻ കംപ്ലീറ്റ് ആയത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ കാണാൻ പോകുക തന്നെയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം അപ്പം നിങ്ങൾ അധികം തല പുണ്ണാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നിങ്ങൾ ഒരു 5 കില്ല് സ്കോഡായിട്ട് കളിച്ചുകൊണ്ട് ഒരു 5 കില്ല് അടിക്കാൻ നോക്കുക. മാക്സിമം ഒരു സ്ഥലത്ത് തന്നെ നിങ്ങൾ അടിക്കാൻ നോക്കുക. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ അടിച്ചു. അപ്പം എന്തായാലും മിഷൻ കംപ്ലീറ്റ് ആവില്ല എന്നാണ് വിചാരിച്ചിട്ടോ. അപ്പം എന്തായാലും എൻ്റെ 4ാമത്തെ കില്ല് ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് 5ാമത്തെ കില്ല് അടിച്ച ടൈമിൽ എനിക്ക് മിഷൻ കംപ്ലീറ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഈ അച്ചീവ്മെന്റ് സെക്ഷനിൽ പോയിക്കൊണ്ട് മിഷൻ നോക്കിയ ടൈമിൽ അത് കൗണ്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ തന്നെ മിഷൻ കംപ്ലീറ്റ് ആവുക. അപ്പം 5 കില്ല് അടിക്കുക. ആ ടൈമിൽ നമുക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ എന്തായാലും തല ഉണ്ടാക്കണ്ട, നിങ്ങൾ ഒരു 5 കില്ല് അടിക്കുക. ഓക്കെ, അപ്പോൾ അത്രമാത്രം വിചാരിച്ചാൽ മതി. ആ ടൈമിൽ കംപ്ലീറ്റ് ആവും, മാക്സിമം കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് അറ്റ്ലീസ്റ്റ് നമുക്ക് ഡിസ്റ്റൻസ് അപ്പോൾ നമ്മളെ ഗറീനെ പറയുന്ന ഏരിയ ഒന്നുകൂടി താണ്ടി പോയിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് മിഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുമ്പോൾ തന്നെ ഇതുപോലൊരു മിഷനാണ്. അപ്പോൾ കൈ ഇങ്ങനെ പിടിക്കുന്ന പോലൊരു മിഷനാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാണ്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ പ്ലേ ചെയ്യേണ്ട റാങ്ക്ഡ് മോഡ് മാത്രമാണ്. അപ്പോൾ CS റാങ്ക്ഡോ അല്ലെങ്കിൽ BR റാങ്ക്ഡ് മോഡാണ് നമ്മൾ പ്ലേ ചെയ്യേണ്ടത്. അപ്പം ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ CS കളിക്കാരെ കുറച്ചുകൂടി നല്ലത് കേട്ടോ. ഇപ്പോൾ BR കളിച്ചാലും കുഴപ്പമൊന്നുമില്ല. CS പെട്ടെന്ന് നമുക്ക് റൗണ്ടൊക്കെ ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ CS ഒരു ക്ലിപ്പാണ് അവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ CS പ്ലെയർ ഇപ്പം നോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുമ്പോൾ നോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതുപോലെ നമ്മൾ ടീമേറ്റ് ആയാലും നോക്ക് ആവുന്ന ടൈമിൽ നമ്മൾ ടീമേറ്റിനെ നൈസായിട്ട് പൊക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണാൻ പൊക്കി കൊടുത്തിട്ടുണ്ട്. പൊക്കി കൊടുത്ത സ്പോട്ടിൽ തന്നെ നമ്മൾ ടീമേറ്റ് നേരെ പോയിക്കൊണ്ട് ഒരു എനിമിനാണ് കില്ല് അടിച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കിയിട്ടുണ്ട്. നോക്ക് അടിച്ചാൽ മതി, ജസ്റ്റ് നോക്ക് അടിച്ചാൽ മതി. ആ ടൈമിൽ തന്നെ ഇതുപോലെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ട് ആ മിഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ മനസ്സിലായില്ലേന്ന് അറിയില്ല. അപ്പോൾ വീണ്ടും ഞാൻ ക്ലിപ്പ് തന്നെ കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ടീമേറ്റിന് അപ്പം ഇതുപോലെ നോക്കായി കിടക്കുന്ന നമ്മൾ ടീമേറ്റിനെ റിവൈവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റിവൈവ് ചെയ്തിട്ട് നമ്മൾ ടീമേറ്റ് ആരെങ്കിലും നോക്ക് ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് നോക്ക് ചെയ്താൽ മതി. ആ ടൈമിലാണ് മിഷൻ കംപ്ലീറ്റ് ആവട്ടെ. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ ഒന്ന് റിവൈവ് ചെയ്ത് കൊടുക്കുക. ആ ടൈമിൽ നമ്മൾ ടീമേറ്റ് മെഡിക്കറ്റ് അടിച്ചുകൊണ്ട് എങ്ങനെ നോക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ടൈമിൽ ആ മിഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ നെക്സ്റ്റ് മിഷൻ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേയിൽ കാണുമ്പോൾ തന്നെ കൈകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടിക്കുന്ന പോലെ ഒരു മിഷൻ
മിഷനാണ്. അപ്പോൾ ഇങ്ങനെ ലൈക്കണായിട്ടുള്ള മിഷനാണ്. അപ്പോൾ ഇത് വർക്ക് ആകാൻ പോകുന്നത് നമ്മൾ BR റാങ്ക്ഡിലാണ്. അപ്പോൾ BR റാങ്ക്ഡാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലേ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് നോക്കിയാൽ 2 മിഷൻ നമുക്ക് കിട്ടാൻ പോകുന്നു 170 പോയിന്റ് വീതമാട്ടോ. അപ്പോൾ 170 പോയിന്റ് വീതം കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ 2 മിഷന് പാട് നമുക്ക് 340 പോയിന്റ് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ആർട്ടിസ്റ്റ് നമുക്ക് ഈ മിഷൻ നമ്മൾ ടോട്ടലായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് 170 പോയിന്റ് ആണ്. അപ്പോൾ ഈ 3 മിഷൻ നമ്മൾ ടോട്ടലായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് 510 പോയിന്റ് ആണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാണ്ട് നമ്മൾ പ്ലേ ചെയ്യേണ്ടത് BR റാങ്ക്ഡ് ആട്ടോ. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മാക്സിമൈസ് നിങ്ങൾ സ്കോഡായിട്ട് തന്നെ പ്ലേ ചെയ്യാൻ നോക്കുക. സ്കോഡ് ആകുമ്പോഴാക്കാരം നമുക്കിത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിൽ നമ്മൾ ഗറീനെ പറയുന്നത് നമ്മൾ അസിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ 3 അസിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ട്രിക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ അപ്പോൾ മാക്സിമം ട്രിക്ക് വർക്ക് തന്നെയാണ്. അപ്പോൾ ഇതിൽ ട്രിക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഹോമർ ക്യാരക്ടർ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഡ്രോൺ പോലെ ഹോമർ ക്യാരക്ടർ ഉണ്ടല്ലോ, അപ്പോൾ അത് യൂസ് ചെയ്യാണ് മാക്സിമം. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ കോംബൊക്കെ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും മോക്കോനൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എനിമീസിൻ്റെ പോസ്റ്റിനൊക്കെ കാണിച്ചു തരുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത എവിടെയും നമ്മൾ എനിമീസ് ഉണ്ടെങ്കിൽ ഹോമർ ക്യാരക്ടറിൻ്റെ സ്കില്ല് വെക്കുന്ന ടൈമിൽ നമ്മൾ എനിമീസിൻ്റെ ദേഹത്ത് പോയി ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടൈമിൽ ആ എനിമി നോക്ക് ആവുകയാണെങ്കിൽ നമുക്ക് അസിസ്റ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെ അസിസ്റ്റ് ചെയ്യാണ് വേണ്ട. അപ്പോൾ ഞാനിവിടെ ഒരു അസിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം കില്ല് എടുക്കല വേണ്ട, അസിസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ മാക്സിമം ഫുൾ ഡാമേജ് നമുക്ക് എനിമിക്ക് കൊടുക്കാൻ നോക്കുക. അപ്പോൾ കുറച്ച് ഡാമേജ് കൊടുത്താലും മതി. ആ ടൈമിൽ നമ്മൾ ടീമേറ്റീസ് എനിമിനെ കില്ല് ചെയ്യാണ് വേണ്ടത്. ആ ടൈമിലാണ് നമുക്ക് അസിസ്റ്റ് കംപ്ലീറ്റ് ആവുക. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിക്കും നല്ല നമ്മൾ ഹോമർ ക്യാരക്ടർ യൂസ് ചെയ്യാൻ നമുക്ക് ഇവിടെ എവിടെയും മറിഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്കില്ല് ഓൺ ചെയ്താൽ മതി. ആ ടൈമിൽ നമ്മൾ ഡ്രോൺ പോയിക്കൊണ്ട് എനിമിൻ്റെ ദേഹത്ത് ഹിറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അസിസ്റ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അസിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്കോഡ് ആവുകൊണ്ട് തന്നെ നമുക്ക് കുറേ അധികം അസിസ്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അസിസ്റ്റ് അടിക്കാൻ വേണ്ടി നിങ്ങൾ എനിമിനെ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ കില്ല് ആവാണ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഹോമർ ക്യാരക്ടറിന്റെ സ്കില്ല് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഹോമർ ക്യാരക്ടറിന്റെ സ്കില്ല് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്ര മാത്രം ചെയ്താൽ മതി. അപ്പോൾ സ്കില്ല് യൂസ് ചെയ്യുന്ന ടൈമിൽ ഡ്രോൺ പോയി തട്ടുന്ന ടൈമിൽ ആ ടൈമിൽ നമ്മൾ എനിമീസ് ആർലീസ് അവനെ നോക്ക് ചെയ്യേ കില്ല് ചെയ്യേ എന്ത് ചെയ്യുകയാണ് നമുക്ക് അസിസ്റ്റ് നമുക്ക് കാര്യം കൺഫേം ആയിട്ട് അസിസ്റ്റ് നമുക്ക് തന്നെ കാര്യം കിട്ടാട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു മാച്ചിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 അസിസ്റ്റാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 3 അസിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക കുറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ 2 അസിസ്റ്റാണ് കംപ്ലീറ്റ് ഇല്ല. അപ്പോൾ 3ാമത്തെ അസിസ്റ്റ് ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും കില്ല് കിട്ടുന്നതാണ് വിചാരിച്ച് കില്ലെല്ലാം കിട്ടി, അസിസ്റ്റാണ് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ ഐക്കം വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് അസിസ്റ്റിൽ 3 അസിസ്റ്റ് വന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു മിഷനാണ്. അപ്പോൾ ഇങ്ങനെ 300 വട്ടം ചെയ്യാൻ ടൈമിലാണ് 170 പോയിന്റ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എല്ലാ മാച്ചും ട്രൈ ചെയ്താൽ മതി. അപ്പോൾ ആ ടൈമിൽ തന്നെ നമുക്ക് മിഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ നെക്സ്റ്റ് മിഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഒരു പ്ലസ് ഐക്കൺ അനലൈസ് ഒരു സംഭവം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ CS റാങ്ക്ഡില്ല കേട്ടോ. അപ്പോൾ BR ഒന്നും കളിച്ചിട്ട് കാര്യമില്ല. CS റാങ്ക്ഡ് ബോർഡാണ് കളിക്കേണ്ടത്. ക്ലാസിക് കളിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ CS റാങ്ക്ഡ് പ്ലേ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ 2 പ്രാവശ്യം നിങ്ങളൊരു ടീംമേറ്റിനെ പൊക്കി കൊടുക്കുക. അപ്പോൾ ഒരു മാച്ചിൽ 2 പ്രാവശ്യം പൊക്കി കൊടുത്താൽ ഈ മിഷൻ കംപ്ലീറ്റ് ആവട്ടെ. അപ്പോൾ ഇത് ഒരു റൗണ്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ വീഡിയോ ക്ലിപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. 4ാം നമ്പർ ആയിട്ടുള്ള ഒരു ടീംമേറ്റിനെ പൊക്കിയില്ല. അപ്പോൾ റാൻഡം പ്ലേയേഴ്സ് ആയതുകൊണ്ട് പേര് ഒന്നും പറയാത്തിട്ടോ. അപ്പോൾ 4ാം നമ്പർ ആയിട്ടുള്ള ഒരു ടീംമേറ്റിനെയാണ് ഞാനിപ്പോൾ പൊക്കി കൊടുത്തുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ടീംമേറ്റിന് നോക്കുകയാണെങ്കിൽ ഇവനെ പൊക്കി കൊടുക്കുക. അപ്പോൾ 2 പ്രാവശ്യം ഒരു ടീംമേറ്റ് നമ്മൾ പൊക്കി കൊടുക്കുകയാണല്ലോ. ഒരു മാച്ചിൽ 2 പ്രാവശ്യം നമ്മൾ ടീംമേറ്റിനെ പൊക്കി കൊടുക്കുകയാണെങ്കിൽ മിഷൻ കംപ്ലീറ്റ് ആവും. സോ സിമ്പിൾ ആയ മിഷനാണ്. അപ്പോൾ അതുപോലെ തന്നെ കുറേ ആൾക്കാർക്ക് മിസ്റ്റേക്ക് പറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ 4ാം നമ്പർ ആയാലും ഒരു ടീംമേറ്റിനെ പൊക്കി കൊടുക്കുന്നു. അപ്പോൾ ഞാനും ബ്രോ 4ാം നമ്പർ ആയാലും ടീംമേറ്റിനെ തന്നെ നോക്കായ ടൈമിൽ റിവ്യൂ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ കുറേ ആൾക്കാർ ചിന്തിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ടീംമേറ്റ് ആരായിക്കോട്ടെ, അപ്പോൾ 1ാം നമ്പർ ആയിക്കോട്ടെ ആരായിക്കോട്ടെ, അപ്പോൾ അവൻ നമ്മൾ 2 പ്രാവശ്യം നമ്മൾ റിവ്യൂ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആ ടൈമിൽ മിഷൻ കംപ്ലീറ്റ്. അപ്പോൾ സിമ്പിളായ മിഷനാണ്, എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ടോട്ടൽ പോയിന്റ് ആയിട്ട് കിട്ടാൻ പോകുന്ന 170 പോയിന്റ് ആട്ടോ. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആവുന്ന ടൈമിൽ, അപ്പോൾ 1 ടൈം കംപ്ലീറ്റ് ആവുന്ന ടൈമിൽ നമുക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻ മുകളിലായിട്ട് വരും. ഞാൻ ഇവിടെ ആരോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്ക് പോയിന്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത് 170 പോയിന്റ് ആട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന മിഷനാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിക്കും എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതോടുകൂടി നമ്മൾ പാർട്ട് 6 വീഡിയോ നിർത്താൻ പോകണം. അപ്പോൾ ആരൊക്കെയാണ് ന്യൂ ആയിട്ട് ഇമോട്ട് എടുത്തോറീസ് ഒന്ന് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും പാർട്ട് 7 ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ കുറേ അധികം കമന്റ് ഒക്കെ വരികയാണെങ്കിൽ എന്തായാലും നമ്മൾ 7 ഡേയ്സ് വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബാക്കിയുള്ള ഒരു ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുടെ കാണാം. ബൈ.